ശ്രീ മഹാദേവിയെ നമഃ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് 86-ാമത്തെ ഭാഗമാണ് പറയുന്നത്. ഇതുവരെ 905 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി. ഇന്ന് 906 മുതൽ 913 വരെയുള്ള 8 നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നോക്കാം. നാമം 906 തത്വാധിക. ഓം തത്വാധികായൈ നമഃ. തത്വ അധികം അധിക എന്ന പദം പിരിക്കാം. തത്വങ്ങളെക്കാൾ അധികയായവൾ. അധിക എന്നാൽ ഉത്കൃഷ്ട എന്നാണ് അർത്ഥം. മൂലപ്രകൃതി മുതൽ ഭൂമി വരെ 24 തത്വങ്ങളുണ്ടെന്ന് സാഖ്യദർശനവും 96 തത്വങ്ങളുണ്ടെന്ന് മറ്റ് ചില ദർശനങ്ങളും പറയുന്നു. എന്നാൽ ശാക്തശാസ്ത്രവും ശൈവശാസ്ത്രവും ഒരേപോലെ 36 തത്വങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നു. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളായ രൂപം, രസം, ഗന്ധം, സ്പർശം, ശബ്ദം എന്നിവ, പഞ്ചപ്രാണങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചവായുക്കൾ, ഷഡാധാരങ്ങൾ എന്നിവയാണ് 36 തത്വങ്ങൾ. ദേവിയാകുന്ന ബ്രഹ്മം ഈ തത്വങ്ങളെക്കാൾ അധികമായതാണ്. ബ്രഹ്മത്തിൻ്റെ വളരെ ചെറിയൊരംശം മാത്രമാണ് ഈ തത്വങ്ങളായി പരിണമിച്ചിരിക്കുന്നത്. തത്വങ്ങളുടെ കാലാവധി പ്രളയാന്ത്യം വരെയാണ്. എന്നാൽ ദേവിയാകട്ടെ പ്രളയത്തെയും അതിജീവിക്കുന്നു. ദേവിക്കൊരിക്കലും നാശമില്ല. അതിനാൽ ആധിക്യം സ്പഷ്ടമാകുന്നു. നാമം 907 തത്വമയീ. ഓം തത്വമയ്യൈ നമഃ. തത്വ അധികം മയി എന്നും തത്ത് ത്വം ഐ എന്നും പദം പിരിക്കാം. തത്വങ്ങളുടെ രൂപത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. മയി എന്ന് ചേർക്കുമ്പോൾ അത് സ്വരൂപാർത്ഥകമാണ്, അതായത് രൂപത്തെ കുറിക്കുന്നു. ഭൂമി തുടങ്ങിയ ഷട്ത്രിംശത് തത്വങ്ങൾ, അതായത് 36 തത്വങ്ങളാകുന്ന സ്വരൂപത്തോടു കൂടിയവൾ. പരമസത്യമായ ബ്രഹ്മം എന്നർത്ഥം. സത് ചിത്ത് ആനന്ദമയമായ ബ്രഹ്മത്തിൽ നിന്ന് ശിവൻ തുടങ്ങി 36 തത്വങ്ങൾ ഉണ്ടാവുന്നു. അവയിൽ മായ തുടങ്ങി ഭൂമി വരെ 31 തത്വങ്ങൾ സത്തിലും, സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ എന്നിവ ചിത്തിലും, ശിവനും ശക്തിയും ആനന്ദത്തിലും ഉൾപ്പെടുന്നു. ഈ 3 തത്വങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ദേവി ഈ തത്വങ്ങളിലെല്ലാം വസിക്കുന്നു എന്നും വ്യാഖ്യാനം കാണുന്നു. സത്ത് എന്ന ആത്മതത്വവും ചിത്ത് എന്ന വിദ്യാതത്വവും ആനന്ദം എന്ന ശിവതത്വവും സ്വരൂപമായവളെന്നും വ്യാഖ്യാനം കാണുന്നു. സച്ചിദാനന്ദരൂപിണി എന്നർത്ഥം. തത്ത് ത്വം ഐ എന്ന പദച്ഛേദം സ്വീകരിക്കുമ്പോൾ, അതായത് തത്ത് അധികം ത്വം അധികം ഐ എന്ന പദച്ഛേദം സ്വീകരിക്കുമ്പോൾ ഐ എന്നത് സംബോധനയായി എടുക്കണം. തത്വമസി എന്ന ഉപനിഷത്ത് മഹാവാക്യത്തിൻ്റെ രൂപഭേദമായും വ്യാഖ്യാനിച്ചു കാണുന്നു. അല്ലയോ ദേവി, അത് ബ്രഹ്മം അവിടുന്ന് തന്നെയാണ് എന്നർത്ഥം. സൂതസംഹിതയിൽ ഏ പ്രളയം യത് തിഷ്ഠതി സർവേഷാം ഭോഗദായി ഭൂതാനാം തത്തവമിതി പ്രോക്തം ന ശരീരഘടാതി തത്വമതഃ എന്നുണ്ട്. പ്രളയം വരെ നിലനിൽക്കുന്നതും അതുവരെ ആത്മാനന്ദം നൽകുന്നതുമായ എന്തിനേയും തത്വമെന്ന് പറയുന്നു. ഇവയിൽ ശരീരമോ ഘടമോ തുടങ്ങിയവ തത്വങ്ങളുടെ പട്ടികയിൽ വരുന്നില്ല എന്നും വ്യാഖ്യാനം. നാമം 908 തത്വമർത്ഥസ്വരൂപിണി. ഓം തത്വമർത്ഥസ്വരൂപിണ്യൈ നമഃ. തത്ത് അധികം ത്വം അധികം അർത്ഥ അധികം
സ്വരൂപിണി എന്ന് പദം പിരിക്കാം. തത്ത്, ത്വം എന്ന പദങ്ങളുടെ അർത്ഥമായ സ്വരൂപത്തോടു കൂടിയവൾ. തത്ത്, ത്വം എന്ന പദങ്ങൾക്ക് ബ്രഹ്മം അഥവാ പരാത്മാവായ ശിവൻ കൂടാതെ ജീവൻ എന്നീ അർത്ഥങ്ങളുമുണ്ട്. തത്ത് ത്വം അസി എന്ന മഹാവാക്യത്തിൽ തത്ത് ബ്രഹ്മത്തെയും ത്വം ജീവനെയും കുറിക്കുന്നു. ദേവി ഇവ രണ്ടുമാണ്. ജീവബ്രഹ്മ ഐക്യമോ അഥവാ ശിവജീവന്മാരുടെ ഐക്യമോ സ്വരൂപമായവൾ എന്ന് അർത്ഥം. തത്വം എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. സത്യം, സാരം, ധർമ്മം, ത്രിഗുണങ്ങൾ എന്നിവ. ഇവയുടെയെല്ലാം അർത്ഥരൂപിണിയായവൾ എന്നും വ്യാഖ്യാനം കാണുന്നു. നാമം 909. സാമഗാനപ്രിയ. ഓം സാമഗാനപ്രിയായൈ നമഃ. സാമഗാന അധികം പ്രിയ എന്ന് പദം പിരിക്കാം. സാമഗാനം ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം. സാമഗാനം എന്നാൽ സാമവേദത്തിൻ്റെ മന്ത്രങ്ങൾ. അവ പാടാനുള്ളവയാണ്. യജ്ഞസമയത്തുള്ള സാമവേദഗാനം ഇഷ്ടമുള്ളവളെന്നും സാമഗാനം ആലപിക്കുന്നവരെ ഇഷ്ടമുള്ളവൾ എന്നും വ്യാഖ്യാനം കാണുന്നു. എല്ലാത്തരം സ്തുതിഗീതങ്ങളെയും ഇഷ്ടപ്പെടുന്നവൾ എന്നും അർത്ഥമുണ്ട്. സാമവേദോച്ചാരണം കേൾക്കാൻ ഇമ്പമുള്ളതാണെന്നും സംഗീതം സാമവേദത്തിൽ നിന്നുമാണ് ഉണ്ടായതെന്നും പറയപ്പെടുന്നു. ശ്രീപരമേശ്വരന് സാമവേദഗാനങ്ങളോട് ഏറ്റവും പ്രീതിയുള്ളതായി പറയപ്പെടുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ ഷോഡശ സർഗത്തിൽ 34-ാം ശ്ലോകം ഇതാണ്. ഏവ മുക്തസ്തദാ മാത്യൈ സ്തുഷ്ടാവ വൃഷഭധ്വജം സാമഭിർവിവിധൈ സ്തോത്രൈ പ്രണമ്യ സ ദശാനന സംവത്സരസഹസ്രം തു രുദതോ രക്ഷസോഗതം. സ്തുതികളാൽ ശരണം പ്രാപിക്കുക. ശങ്കരൻ കൃപാലുവാണ്. തുഷ്ടനായി ഭവാനോട് പ്രസാദിക്കും എന്ന് അമാത്യന്മാർ പറഞ്ഞു കൊടുത്തപ്പോൾ വിവിധങ്ങളായ സാമഗാനങ്ങൾ കൊണ്ട്, സാമവേദ സ്തോത്രങ്ങൾ കൊണ്ട് രാവണൻ വൃഷഭധ്വജനെ സ്തുതിച്ചു. അപ്രകാരം 1000 ആണ്ട് കഴിഞ്ഞപ്പോൾ സാമഗാനങ്ങളിൽ മഹാദേവൻ സംപ്രീതനായി രാവണൻ്റെ സഹായത്തിനെത്തി. പരമശിവൻ്റെ പാതിയായ ദേവിക്കും സാമവേദഗാനങ്ങളോട് അത്യധികം പ്രിയമാണെന്ന് വ്യാഖ്യാനം കാണുന്നു. സാമവേദത്തെ പിന്തുടരുന്നവരെ ദേവിക്ക് ദേവിയുടെ ജീവനെ പോലെ പ്രത്യേക പ്രിയമാണെന്നും പറയുന്നു. ഈ നാമത്തെ പ്രത്യേക തരത്തിൽ പദച്ഛേദം വരുത്തിയിട്ടാണ് ഇങ്ങനെയൊരു അഭിപ്രായമുണ്ടായതെന്ന് വ്യാഖ്യാനം കാണുന്നു. സാമഗ അധികം അന അധികം പ്രിയ എന്ന്. അന എന്നാൽ ജീവശക്തി, ജീവൻ എന്നിവയാണ്. സാമവേദം പാടുന്നവരെ തൻ്റെ ജീവനെ പോലെ ദേവിക്ക് പ്രിയമാണെന്നും സാമഗാനം കേൾക്കുന്നത് ദേവിക്ക് പ്രത്യേക താൽപ്പര്യമാണെന്നും വ്യാഖ്യാനം കാണുന്നു. നാമം 910. സൗമ്യ. ഓം സൗമ്യായൈ നമഃ. സൗമ്യയായവൾ അഥവാ കാരുണ്യമയിയായവൾ എന്നാണ് അർത്ഥം. നാമത്തിന് സൗമ്യ എന്നും പാഠഭേദം കാണുന്നു. സൗമ്യ എന്നാൽ സോമനെ സംബന്ധിച്ചത്. ഓം സൗമ്യായൈ നമഃ. സൗമ്യ എന്നാൽ സൗമ്യ തന്നെയാണ്. ശാന്തത, ശുഭത്വം, പ്രകാശം, കുളിർമ, ആഹ്ലാദം ഇവയെല്ലാം സോമൻ്റെ അതായത് ചന്ദ്രൻ്റെ ഗുണങ്ങളാണ്. സൗമ്യ എന്ന നാമത്തിനും ഇതേ അർത്ഥമാണുള്ളത്. സൗമ്യ അഥവാ സൗമ്യ എന്നാൽ ശാന്തശീല, സോമയാഗം അർഹിക്കുന്നവൾ, കർപ്പൂരം പോലെ കുളിർമ നൽകുന്നവൾ. സ ഉമാ
എന്ന് നാമത്തെ പിരിച്ചു പറയുമ്പോൾ ഉമയോടുകൂടിയ ശിവൻ്റെ രൂപമുള്ളവൾ എന്നെല്ലാം അർത്ഥം. ദേവി മാഹാത്മ്യത്തിലും ദേവിയെ സൗമ്യ എന്ന് വിശേഷിപ്പിക്കുന്നു. ലളിത സഹസ്രനാമത്തിൻ്റെ ധ്യാന ശ്ലോകത്തിലും ദേവി സൗമ്യഭാവത്തോടു കൂടിയവളാണെന്ന് പറയുന്നു. സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബിക എന്ന്. ഇനി നാമം 911 സദാശിവകുടുംബിനി. ഓം സദാശിവകുടുംബിനി നമഃ. ഓം സദാശിവകുടുംബിന്യൈ നമഃ. സദാ അധികം ശിവ അധികം കുടുംബിനി എന്ന് പദം പിരിച്ച് കാണുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും മംഗളമായി വർത്തിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ കുടുംബിനി എന്നർത്ഥം. സദാശിവ അധികം കുടുംബിനി എന്ന പദച്ഛേദം സ്വീകരിക്കുമ്പോൾ പരമേശ്വരനായ സദാശിവൻ്റെ കുടുംബിനി, അതായത് പത്നിയായവൾ എന്ന അർത്ഥം. സദാശിവ കുടുംബമാണ് പ്രപഞ്ചം. ആ കുടുംബത്തിലെ മാതാവും നായികയുമാണ് ദേവി. സദാശിവൻ്റെ പത്നിയായി ശുദ്ധവിദ്യ, ശ്യാമള, അശ്വാരൂഢ എന്നീ ശക്തികളായി വർത്തിക്കുന്നവൾ. ലളിത ത്രിശതി സ്തോത്രത്തിലെ 231 നാമം സദാശിവ കുടുംബിനി എന്നാണ്. എല്ലായ്പ്പോഴും മംഗളരൂപികളായ ശക്തി സമൂഹത്തോടു കൂടിയവളെന്നും മംഗളകരമായ മന്ത്രസമൂഹത്തിൻ്റെ ദേവതകളാൽ ആവൃതയായ ശ്രീവിദ്യാ മന്ത്രരൂപമുള്ളവൾ എന്നും നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു. നാമം 912 സവ്യമാർഗസ്ഥ. ഓം സവ്യമാർഗസ്ഥായൈ നമഃ. സവ്യ അധികം അപസവ്യ അധികം മാർഗസ്ഥ എന്ന് പദം പിരിക്കാം. സവ്യം, അപസവ്യം, മാർഗം എന്നിവയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. സവ്യം, അപസവ്യം എന്നീ മാർഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു. സൂര്യമണ്ഡലത്തിന് 3 മാർഗങ്ങളുണ്ട്: ഉത്തരഭാഗം, മധ്യഭാഗം, ദക്ഷിണഭാഗം എന്നിവ. ഉത്തരഭാഗത്തിന് സവ്യമെന്നും മധ്യഭാഗത്തിന് മാർഗമെന്നും ദക്ഷിണഭാഗത്തിന് അപസവ്യമെന്നും പറയുന്നു. ഈ 3 മാർഗങ്ങളിലൂടെയും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സഞ്ചരിക്കുന്നു. ഇവയെ വീഥികളെന്നും പറയുന്നു. ഈ 3 വീഥികളിലും ദേവി സ്ഥിതി ചെയ്ത് ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നും വ്യാഖ്യാനമുണ്ട്. അശ്വതി തുടങ്ങി 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഒരു വീഥിയുടെ ഘടന. സവ്യം സൃഷ്ടിയെയും മാർഗം സ്ഥിതിയെയും അപസവ്യം ലയം അഥവാ സംഹാരത്തെയും സൂചിപ്പിക്കുന്നു. ദേവി ഇവ 3ലും പ്രവർത്തിക്കുന്നതിനാൽ സൃഷ്ടിസ്ഥിതി ലയകാരിണി എന്നർത്ഥം. ഉദാഹരണത്തിന് 264 നാമം സൃഷ്ടികർത്രി എന്നും 266 നാമം ഗോപ്ത്രി എന്നും 268 നാമം സംഹാരിണി എന്നും 317 നാമം രക്ഷാകരി എന്നുമാണല്ലോ. സവ്യരൂപത്തിലുള്ള ആരാധന വേദങ്ങളെ അനുസരിച്ചും അപസവ്യ തന്ത്രവിധി പ്രകാരവുമാണ് ആരാധന നടത്തുന്നത്. ദേവി ഈ 2 രീതികളും ഇഷ്ടപ്പെടുന്നു. വാമാചാരപ്രകാരവും ദക്ഷിണാചാരപ്രകാരവും ശ്രീദേവിയെ ആരാധിക്കാം എന്നതിനാൽ ദേവി ഈ 2 മാർഗങ്ങളിലും സ്ഥിതി ചെയ്യുന്നുവെന്ന് വ്യാഖ്യാനം. ശിവസൂത്രത്തിൽ സവ്യ അപസവ്യ സൗഷുമിനേഷു എന്ന് പറയുന്നു. സവ്യ ഇടനാഡിയെയും അപസവ്യ പിങ്കളാനാഡിയെയും മാർഗം സുഷുമ്നാനാഡിയെയും കുറിക്കുന്നു. ദേവി ഇതിലെല്ലാം വസിക്കുന്നു.
ദേവിയെ പ്രാപിക്കാൻ സാധാരണക്കാരന് ഹഠയോഗം എളുപ്പമല്ല. ദേവിയെ പ്രാപിക്കാൻ ഭക്തിയും സ്തുതിയുമാണ് എളുപ്പവഴിയെന്ന് ശ്രീ കാഞ്ചി കാമകോടി പരമാചാര്യൻ പറയുന്നു. വാമാചാരം, ദക്ഷിണാചാരം എന്നീ ആരാധനാരീതികൾ 2 തരമുണ്ടെന്ന് പറഞ്ഞല്ലോ. വാമം ഇടത്ത്, ദക്ഷിണം വലത്ത്. വാമാചാരികൾ വേദോക്തങ്ങളായ എല്ലാ കർമ്മങ്ങളിലും അതാത് ദേവതകൾക്ക് പുറമേ ഇഷ്ടദേവതയെ കൂടി ചേർത്ത് ധ്യാനിക്കുന്നു. എന്നാൽ ദക്ഷിണാചാരത്തിൽ അതാത് കർമ്മങ്ങൾക്കുള്ള ദേവതകളെ മാറ്റി നിർത്തി ആ സ്ഥാനത്ത് ഇഷ്ടദേവതയെ സങ്കല്പിച്ച് ധ്യാനിക്കുന്നു. ചിത്തശുദ്ധി കൈവന്നവർക്ക് രണ്ടാമത്തെ രീതിയിൽ കൂടുതൽ വേഗം സാക്ഷാത്കാരമുണ്ടാവും. ഈ 2 മാർഗങ്ങളും ശുദ്ധരൂപത്തിൽ ദേവിക്കിഷ്ടമാണ്. ഗ്രഹനക്ഷത്ര വീഥികളിലെ മാർഗങ്ങളിൽ ഉത്തരമാർഗം നിവൃത്തിമാർഗമെന്നും ദക്ഷിണമാർഗം പ്രവൃത്തിമാർഗമെന്നും മധ്യമാർഗം മുക്തിമാർഗമെന്നും പറയപ്പെടുന്നു. നിവൃത്തിമാർഗ തൽപരരായ യോഗികൾ സൂര്യമണ്ഡലത്തെ ഭേദിച്ച് ഉത്തരമാർഗത്തൂടെയും പ്രവൃത്തിമാർഗ തൽപരർ ദക്ഷിണമാർഗത്തൂടെയും മുക്തിമാർഗ തൽപരന്മാർ മധ്യഭാഗത്തൂടെയും പരലോകത്തേക്ക് പ്രയാണം ചെയ്യുന്നു. അപ്രകാരമുള്ള ഉത്തര ദക്ഷിണ മാർഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. സവ്യാപസവ്യം എന്ന പദം മധ്യത്തിൻ്റെയും ഉപലക്ഷണമാണ്. അതിനാൽ ദേവി മധ്യമാർഗസ്ഥയുമാണ് എന്ന് വ്യാഖ്യാനം. അല്ലെങ്കിൽ വാമദക്ഷിണ മാർഗാനുസാരികളായ ഉപാസകന്മാരുടെ മാർഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു. നാമം 913 സർവാപത് വിനിവാരിണി. ഓം സർവാപത് വിനിവാരിണ്യൈ നമഃ. സർവ അധികം ആപത്ത് അധികം വിനിവാരിണി എന്ന പദം പിരിക്കാം. സർവവിധത്തിലുള്ള ആപത്തുകളെയും നിവാരണം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നീ പ്രകാരമുള്ള ആപത്തുകളെ അകറ്റുന്നവൾ. അഥയാ ഏതൗ പന്ഥാനൗ ന വിദുസ്തേ കീടപതംഗ യദിദം ദണ്ഡസുഖം എന്ന് ശ്രുതി. മേൽപ്പറഞ്ഞ 2 മാർഗങ്ങളെ തിരിച്ചറിയാത്തവർ തത്ഫലമായി കീടങ്ങളോ പക്ഷികളോ ആകുന്നു. തൻ്റെ അനുകമ്പ കാരണം തൻ്റെ നാമസങ്കീർത്തനങ്ങൾ ചെയ്യുന്ന ഭക്തൻ്റെ ഇപ്രകാരമുള്ള ആപത്തുകൾ ദേവി മാറ്റിക്കൊടുക്കുന്നു. എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് എന്നെ അഭയം തേടുന്ന ഭക്തനെ അവൻ്റെ മല പോലെയുള്ള ഭാരിച്ച അപകടങ്ങൾ നീക്കി പുഷ്പം പോലെയാക്കുന്നു എന്ന് ദേവി പറയുന്നതായി കൂർമ്മപുരാണം പറയുന്നു. ഏതു സംഘാൻ പരിത്യജ്യ മാമേകം ശരണം ഗതാ ഉപാസതേ സാദാ ഭക്ത്യാ യോഗമൈശ്വരമാശ്രിതാ അമാനിനോ ബുദ്ധിമന്ദസ്താപസാ സംയതവൃത മച്ചിത്ത മദ്ഗതപ്രാണ അജ്ഞാന കഥനേരതഃ സന്യാസിനോ ഗൃഹസ്ഥാശ്ച വാനസ്ഥാ ബ്രഹ്മചാരിണ യേ ചോക്തൈർ ലക്ഷ്മണൈർ ഹീന അഭിമനാമാ തേഷാം നിത്യാഭിയുക്താനാം യേ ചോക്തൈർ ലക്ഷണൈർ ഹീന അഭിമനാമാ ജാപകാഃ തേഷാം നിത്യാഭിയുക്താനാം പദാം പർവ്വതാനപി നാശയാമിതരാം ജ്ഞാനദീപേന ന ചിരാദിഹ എന്നാണ് കൂർമ്മപുരാണത്തിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം അവൻ എന്നെ ഭക്തിയോടെ പ്രാർത്ഥിക്കണം, സഹജീവികളോട് അനുകമ്പ വേണം,
അവരുടെ ദുഃഖങ്ങളിൽ അവരെ സാന്ത്വനിപ്പിക്കണം. ഇന്ദ്രിയ നിയന്ത്രണം ഉള്ളവനായിരിക്കണം. മറ്റുള്ളവരോട് അസൂയയില്ലാതെ ഇരിക്കണം. എളിമയുള്ളവനായിരിക്കണം. ബുദ്ധിയുള്ളവനായിരിക്കണം. തപസ്, നേർച്ചകൾ എന്നിവ പൂർത്തിയാക്കുന്നവനും മനസ്സിൽ ശാന്തത, ആത്മനിയന്ത്രണം എന്നിവയുള്ളവനും എൻ്റെ ജ്ഞാനത്തെ വിവരിക്കുന്നതിൽ അഥവാ പ്രചരിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവനും ആയിരിക്കണം. അങ്ങനെയുള്ളവൻ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ സന്യാസിയോ വാനപ്രസ്ഥനോ ആയാലും ദേവിക്ക് ഒരുപോലെ ഉള്ളൂ. ഇപ്രകാരമുള്ളവൻ അല്ലെങ്കിൽ പോലും എൻ്റെ നാമങ്ങൾ സ്തുതിക്കുന്നവരെ ഞാൻ അവരുടെ ജീവിത അന്ധകാരത്തിൽ നിന്നും മുക്തരാക്കി ജ്ഞാനപ്രകാശം നൽകുന്നു എന്നാണ് മേലുദ്ധരിച്ച വരികളുടെ അർത്ഥം. ഹരിവംശത്തിൽ ധനനഷ്ടം, ദ്രവ്യനഷ്ടം, മരണം, ബാലമരണം എന്നിവയിൽ നിന്നെല്ലാം ദേവി നമ്മെ രക്ഷിക്കുന്നതായി പറയുന്നു. ആവസ്തു നിഖിലാസു ത്വം രക്ഷ്യാസ്യേവ ന സംശയ എന്ന് വരാഹപുരാണത്തിൽ ദേവിയെ ശരണം പ്രാപിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള ആപത്തും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. ശരണം ത്വാം പ്രപദ്യന്തേ യേ ദേവീ പരമേശ്വരി നത ശ്യാമാപദ കാച്ചിത് ജായന്തേ ക്വാപി സങ്കടഃ. വരാഹപുരാണത്തിൽ ബ്രഹ്മാദിദേവന്മാർ ദേവിയെ സ്തുതിച്ച ശേഷം നിർഭാഗ്യത്തിൽ ഒരാൾ എന്ത് ചെയ്യണമെന്ന് ദേവിയോട് ചോദിച്ചു. അപ്പോൾ ദേവിയുടെ പാതാരവിന്ദങ്ങളെ സ്മരിച്ചാൽ മാത്രം മതി. ആ സ്മരണ ബ്രഹ്മാവിനെ പോലും ഭക്തൻ്റെ സേവകനാക്കുമെന്ന് ദേവി പറയുന്നു. ആപദിം കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ തത് സ്മരണം കിം കുരുതേ ബ്രഹ്മദീനപി കിം കരീ കുരുതേ. ദേവിയുടെ ചരണാരവിന്ദ സ്മരണം കൊണ്ട് ഒരു ഭക്തൻ്റെ തലയിലെഴുത്ത് തന്നെ മാറ്റപ്പെടുന്നു. ദേവി മഹാത്മ്യം 11-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകം ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമോസ്തുതേ എന്നും അതിൽ തന്നെ 12-ാം അധ്യായത്തിൽ ശ്രുതം ഹരതി പാപാനി തഥാരോഗ്യം പ്രയശ്ചതി രക്ഷാം കരോതി ഭൂതേഭ്യോ ജന്മിനാം കീർത്തനം മമ യുദ്ധേഷു ചരിതം യന്മേ ദുഷ്ടദൈത്യ നിബർഹണം എന്നും ആരണ്യേ പ്രതരേ വാപി ഭാവാഗ്നി പരിവാരിത എന്നും പറയുന്നു. ഇത് കൂടാതെ 25, 26, 27, 28 ശ്ലോകങ്ങളിലും ദേവി സർവ ആപത് വിനിവാരിണിയാണെന്നും തെളിയിക്കുന്നു. ദേവി പറയുന്നു, സ്മരൻ മമൈത ചരിതം നരോ മുച്യതേ സങ്കടാത്. കാട്ടിൽ കാട്ടുതീക്കുള്ളിൽ അകപ്പെടുകയോ വിജനമായ വഴിയിൽ കള്ളന്മാർ ചുറ്റും വളയുകയോ ശൂന്യമായ പ്രദേശത്ത് വച്ച് ശത്രുക്കൾ പിടികൂടുകയോ കാട്ടിൽ സിംഹം, പുലി, കാട്ടാന എന്നിവ പിന്തുടരുകയോ ചെയ്യുമ്പോഴും രാജാവ് കോപിച്ച് വധ്യനാണെന്ന് ആജ്ഞാപിക്കുമ്പോൾ തടങ്കലിലാക്കുകയോ ചെയ്യുമ്പോഴും മഹാസമുദ്രത്തിൽ കപ്പലിൽ സ്ഥിതി ചെയ്യുമ്പോൾ കാറ്റിൽപ്പെട്ട് വട്ടം ചുറ്റുമ്പോഴും അതിഭയങ്കരമായ യുദ്ധത്തിൽ ശസ്ത്രങ്ങൾ പതിക്കുമ്പോഴും മറ്റെല്ലാത്തരം ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോഴും വേദന ഏൽക്കേണ്ടവനായി തീരുമ്പോഴും എൻ്റെ ഈ ചരിതം സ്മരിക്കുന്നവൻ ആ സങ്കടങ്ങളിൽ നിന്ന് മുക്തനായി തീരുമെന്ന് ദേവി പറയുന്നതായി ദേവി മഹാത്മ്യത്തിലെ മേൽ ചൊല്ലിയ വരികളും പരാമർശിക്കപ്പെട്ട ശ്ലോകങ്ങളും അർത്ഥമാക്കുന്നു. 913 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു. ഇനി 914 മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും
അടുത്ത വെള്ളിയാഴ്ച, അതായത് 21-ാം തീയതി പറയാം. ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും മഹാദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി, നന്മകൾ നേരുന്നു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.